ഹായ്. സോ തമ്മനയിൽ കണ്ടതുപോലെ ഇന്ന് എമ്പുരാൻ മൂവീനെ പറ്റിയിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. റിവ്യൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് തോന്നിയ കുറച്ച് ഒപ്പീനിയൻസ് അത്രയേ ഉള്ളൂ. സോ ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അങ്ങനെയൊന്നും അല്ലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു പറ്റിയിട്ടുണ്ടായിരുന്നത് അത് പോകാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ കഴിഞ്ഞ സൺഡേ ആയിരുന്നു മൂവിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു ഹൈപ്പ് കഴിഞ്ഞ് അതിന് ശേഷം ആ മൂവീനെ പറ്റിയിട്ട് കുറേ ഡീഗ്രേഡിങ് നെഗറ്റീവ് റിവ്യൂസ്, പിന്നെ അതേപോലെ അതിൻ്റെ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, റിലീജിയൻ ബേസ്ഡ് ഇഷ്യൂസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ മനസ്സിൽ ഇതിനെ പറ്റിയിട്ട് എന്നുവെച്ചാൽ മൂവീനെ പറ്റിയിട്ട് വേറെ കുറച്ച് ധാരണയൊക്കെ ആയതിന് ശേഷമായിരുന്നു ഞാൻ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ വേറെ കുറേ തോട്ട്സൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഐമാക്സ് തിയേറ്ററിലാണ്, കൊച്ചിയിൽ ഐമാക്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ തിയേറ്ററിൻ്റെ കാര്യം പറയണം, അടിപൊളി തിയേറ്റർ ആയിരുന്നു. ഭയങ്കര ഒരു സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും ബാക്കി എല്ലാ എക്സ്പീരിയൻസും, ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു. റേറ്റ് കുറച്ച് കൂടുതലാണ്, പക്ഷെ എന്നാലും അതിന് വേർത്താണെന്ന് തോന്നി, കാരണം അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു തിയേറ്ററിൽ നിന്ന്. സോ അത് തിയേറ്ററിൻ്റെ കാര്യം. പിന്നെ മൂവിയുടെ കാര്യം പറയാനാണെങ്കിൽ എന്ത് അടിപൊളിയായിട്ടാണ് സിനിമ എടുത്തു വെച്ചേക്കുന്നത്. അതിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഒക്കെ സൂപ്പറായിരുന്നു. പിന്നെ അതിലെ പാട്ടുകൾ, കുറേ പേര് അതിലെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിലെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് അതിലെ പാട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ദീപക് ദേവിൻ്റെ ആ ഒരു മ്യൂസിക്കൊക്കെ ഭയങ്കരമായിരുന്നു. ഉഷ ഉതുപ്പ് പാടുന്ന എമ്പുരാനെ ആണെങ്കിലും, അലങ്കൃത പൃഥ്വിരാജിൻ്റെ മകൾ പാടുന്ന ഒരു ചെറിയ പോർഷനുണ്ട് എമ്പുരാനെ എന്നുള്ള ആ ഭാഗമാണെങ്കിലും ഒക്കെ ആ ഒരു തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പം ഭയങ്കര ഒരു എഫക്റ്റായിരുന്നു. പിന്നെ മേ ബി ലൈക്ക് അത് ആ ഒരു സൗണ്ട് ക്വാളിറ്റി ഒക്കെ ആ ഒരു തിയേറ്ററിൻ്റെയും കൂടെ ആയിരിക്കാം. എന്തായാലും എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ മോഹൻലാലിൻ്റെ എൻട്രി കുറേ പേര് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഒരു എൻട്രിയൊക്കെ. ലൂസിഫറിലെ അത്ര ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൂസിഫറിനെക്കാട്ടിലും എനിക്ക് ഇതിൻ്റെ അകത്താണ് കുറച്ചും കൂടെ ആ ഒരു ഇമ്പാക്റ്റൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ മഞ്ജു വാര്യരുടെ കാര്യം, മഞ്ജു വാര്യറിനെ കുറേ പേര് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ മൂവിയിൽ എമ്പുരാനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് മഞ്ജു വാര്യറായിരുന്നു. മേ ബി ലൈക്ക് ഒരു ഫീമെയിൽ ക്യാരക്ടർ അത്ര ഒരു പവർഫുള്ളായിട്ടൊക്കെ കാണിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ലൂസിഫറിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു പവർ വരുന്ന കാണിക്കുന്ന എല്ലാം മോഹൻലാലിനാണെങ്കിൽ ഇതിലെനിക്ക് തോന്നി കുറച്ചും കൂടെ മഞ്ജു വാര്യരുടെ സൈഡിലേക്ക് എനിക്ക് തോന്നി. അത് എനിക്ക് നല്ല രീതിയിൽ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ അത്രയ്ക്കും ഇതായിട്ട് തോന്നാഞ്ഞ ഒരു ഭാഗം എന്ന് പറയുന്നത് ആ ലാസ്റ്റിലെ ഒരു സ്റ്റണ്ടാണ്. അത് കുറച്ച് ഒത്തിരി നേരം ഉള്ളതുപോലെ എനിക്ക് തോന്നി. പക്ഷെ അത് ചിലപ്പം എനിക്ക് തോന്നുന്നതും ആവാം, ആയിട്ടൊന്നു. ലൈക്ക് ഞങ്ങൾ കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാനൊരു ദിവസം കണ്ടു, നെക്സ്റ്റ് ഡേ ആയിരുന്നു അശ്വിൻ മൂവിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം സിനിമ കണ്ടിട്ട് എനിക്കിതാണ് ഇഷ്ടപ്പെടാഞ്ഞെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അശ്വിൻ പോയി കണ്ടപ്പോൾ അശ്വിൻ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആ ഒരു സ്റ്റണ്ട് അങ്ങനെ ഒത്തിരി നേരമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു. സോ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഒപ്പീനിയൻസ് വേരി ചെയ്യും. സോ നെഗറ്റീവ് റിവ്യൂസ് ഇടുന്നത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ മനഃപൂർവ്വമായിട്ടൊരു സിനിമേനെ നമ്മളിങ്ങനെ എന്നുവെച്ചാൽ അതിലെ കുറേ കുറ്റങ്ങളിങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നതിനോട് എന്താ പറയുക, മനഃപൂർവ്വമായിട്ട് അതിനെ ഡീഗ്രേഡ് ചെയ്യുന്നതിനോട് മാത്രം എനിക്ക് താല്പര്യമില്ല. അല്ലാതെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻസ് ആയിരിക്കും. ഡിഫറെൻറ്റ് പീപ്പിൾ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്, അത്രയേ ഉള്ളൂ. സോ ഇങ്ങനത്തെ പല കാര്യങ്ങളിലും എനിക്ക് ആ മൂവി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ലാഗ് ഉണ്ട് എന്നുള്ള ഒത്തിരി പേര് പറയാൻ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ തോന്നിയതേ ഇല്ലടോ. എങ്ങനെയിപ്പോൾ പറയുക, ആ ഫുൾ മൂവിയിൽ നമുക്ക് ചില ഭാഗങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ ഇനിയിപ്പോൾ ആ ഒരു ലാഗ് വരുന്ന പോർഷനായിരിക്കും. സ്ലോ മോഷൻ സീൻസ് ഒത്തിരി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ലോ മോഷൻ സീൻസ് വരുന്ന അതെല്ലാം കൂടെ കട്ട് ചെയ്താൽ തന്നെ മൂവി 2 മണിക്കൂറിലേക്ക് കുറയ്ക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു റിവ്യൂ. പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ല. എനിക്ക് തോന്നി ഈ ഡീഗ്രേഡിങ് സംഭവങ്ങളൊക്കെ തുടങ്ങി അപ്പാടെ തന്നെ അത് നിന്നുപോയെന്ന് തോന്നുന്നു. കാരണം മൂവിക്ക് അല്ലാതെ തന്നെ നല്ല രീതിയിൽ മൂവി നല്ലതാണ് എന്നുള്ളൊരു ഇത് വരുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ആ ഡീഗ്രേഡിങ് ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ പോയി എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആകെ മൊത്തത്തിൽ എനിക്ക് മൂവി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു. ചില പോർഷൻസിൽ മാത്രം എനിക്ക് വളരെ കുറച്ച് മൈന്യൂട്ട് ചില ഭാഗങ്ങളിൽ മാത്രം അത് എന്തിനായിരുന്നു ആ ഒരു ഭാഗം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഡയറക്ടറിൻ്റെ ഇൻട്രസ്റ്റാണ്. ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ അവർക്കൊക്കെ ഉള്ളൊരു ഇതാണല്ലോ. പക്ഷെ അല്ലാതെ എനിക്ക് മൂവീനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു കുറ്റം പറയാനൊന്നുമില്ല. മലയാളത്തിൽ ഇത്രയും നല്ലൊരു മൂവി അങ്ങനെ വന്നിട്ടില്ല. സോ ഇത്രയും
ബഡ്ജറ്റിലാണ് അവർ ചെയ്തത്, അതിൻ്റേതായിട്ടുള്ളൊരു ഇത് കാണാനും ഉണ്ട്, നമുക്ക് ആ ഒരു തിയേറ്ററിൽ അത് കാണാനും ഉണ്ട്. സോ യെസ്, അതാണ് സിനിമയുടെ ഭാഗം. പിന്നെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അവർ ഡിസ്കസ് ചെയ്യുന്ന പറയാനാണെങ്കിൽ എല്ലാ പാർട്ടിക്കും ഇട്ട് കുട്ട് കിട്ടുന്നുണ്ട്, ഒരെണ്ണത്തിന് മാത്രമല്ല എല്ലാത്തിനും കിട്ടുന്നുണ്ട്. ഞങ്ങൾ കണ്ട തിയേറ്ററിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ചിരിച്ച സീൻ എന്ന് പറയുന്നത് ഒരു പാർട്ടീനെ കളിയാക്കുന്ന സീൻസായിരുന്നു. ആ ഒരു പാർട്ടിയുടെ തലപ്പത്തുള്ള ആൾ തന്നെ ഈ മൂവി അടിപൊളിയാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സോ അതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ എടുത്താൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ എല്ലാ പാർട്ടീസിനെയും പണ്ടുപോലെ മലയാളം മൂവീസ് എന്ന് പറയുന്ന പല ടൈപ്പ് പാർട്ടീസിനെയും കളിയാക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ കാണിക്കുന്നത്, അപ്പോൾ അതൊക്കെ ഒരു ഇത് അതിലങ്ങനെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ റിലീജിയസ് കാര്യങ്ങൾ പറയാനാണെങ്കിൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇൻ ദ സെൻസ് ഇപ്പം ഈ ഒരു മൂവി എന്ന് പറയുന്ന ഒരു സിനിമയായിട്ട് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇത് നമ്മുടെ ഒരു ഹിസ്റ്ററിയിലെ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഹാഫ് ട്രൂത്ത് അത് കുറച്ച് പ്രശ്നമാണ്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കാണിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഒരു ഭാഗവും കട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കാണിക്കണമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഇൻ കേസ് ഒരു സിനിമയായിട്ട് മാത്രം, ഒരു കഥയായിട്ട് മാത്രമാണ് വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തെ ചില ആൾക്കാരുടെ പേര് യൂസ് ചെയ്തത്, കാലഘട്ടം പറഞ്ഞത്, സ്ഥലം പറഞ്ഞത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ ചേഞ്ചസ് വരുത്തായിരുന്നു എന്ന് തോന്നി. ഇപ്പം ഇനിയിപ്പം 24 കട്ട്സൊക്കെ വന്നതിന് ശേഷമാണ് മൂവി റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ മേ ബി അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുമായിരിക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് മേ ബി അത് അവരുടെ ഇതാണ്. പക്ഷെ എനിക്ക് ശരിക്കും പേഴ്സണലി ഒരു കാര്യം തോന്നുന്നതെന്ന് വെച്ചാൽ ഇതിന് ഇത്രയും വലിയ കോൺട്രവേഴ്സി വരുന്നു, കോൺട്രവേഴ്സിയുടെ ആവശ്യമില്ല അതൊന്നാമത്തെ കാര്യം. പക്ഷേ ഇത്രയും വലിയ കോൺട്രവേഴ്സി വരുന്ന സമയത്ത് ഈ മൂവിയുടെ പുറകിലുണ്ടായിരുന്ന ആൾക്കാർ അതിന് അവരെന്തുദ്ദേശിച്ചിട്ടാണ് ആ മൂവി ഇറക്കിയെന്നുള്ളത് അവർ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഇപ്പം പറയണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലൈക്ക് ഇപ്പം അവരുടെ വോയിസ് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ലൂസിഫറിൻ്റെ അകത്ത് പറയുന്ന പോലെ വി ആർ വെയിറ്റിംഗ് ടു ഹിയർ യുവർ വോയിസ്. അപ്പം ആ ഒരു ടൈമിൽ അത് കുറച്ചും കൂടി ഇതായിട്ട് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. പോസ്റ്റ് ഇടുന്ന അല്ലാതെ മേ ബി ഐ ഡോണ്ട് നോ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. യെസ്, സോ അതൊക്കെയാണ് എനിക്ക് മൂവിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ തരത്തിലും നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഇത്രയും അടിപൊളി ഒരു മൂവി വരുന്ന സമയത്ത് നമ്മളാണ് അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത്, നമ്മളാണ് അതിനെ മാക്സിമം എത്തിക്കേണ്ടത്. യെസ്, സോ അതൊക്കെയാണ് എൻ്റെ ഒപ്പീനിയൻ അബൌട്ട് ദ മൂവി. നിങ്ങളെല്ലാവരും മൂവി ഉറപ്പായിട്ടും പോയി കാണുക. എന്നെപ്പോലെ ഇങ്ങനത്തെ നെഗറ്റീവ് റിവ്യൂസൊക്കെ വന്നതിന് ശേഷം നമ്മളിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് കാണാൻ പോകണോ വേണ്ടയോ എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് തിയേറ്ററിൽ. OTTയിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത്രയും തോന്നണമെന്നില്ല. അപ്പം തിയേറ്ററിൽ തന്നെ പോയി എല്ലാവരും കാണുക. യെസ്, അത്രയേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും പോയി മൂവി കണ്ടതിന് ശേഷം കമൻസ് ഇടുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്.